Hi, hello everyone, it's me CA Sanjay. So welcome back to next particular items of the chapter number 5, audit of items of FS, and that's nothing but PPE. So already നിങ്ങൾ ഈ പി പിനെ കുറിച്ച് എവിടെ പഠിക്കുന്നുണ്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പഠിക്കുന്നുണ്ട്. അയ്യോ 110 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 നിങ്ങൾ ഓൾറെഡി പി പിനെ കുറിച്ച് പഠിക്കുന്നത്. വാട്ട് എവർ യു ആർ ലേണിംഗ് ഇൻ AS10, സെയിം തിങ്, കട്ട് കോപ്പി പേസ്റ്റ്, ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. What is PP? How to recognize PP? What are the things you will be recognize when you are showing a PP? Few things are there which you need to understand. So make sure you are having a good knowledge about accounting standard 10, then you can refer this particular topic. Even if you are not having much idea about AS10, it's okay. നമ്മൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോടാ? യെസ്. ഫസ്റ്റ് യു ഹാവ് ടു സി. ഇവിടെ ഒരു ഓഡിറ്റർ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ്സ് ആൻഡ് എക്വിപ്മെന്റ്സ് എന്ന ഒരു ഫിഗർ കാണുന്ന സമയത്ത് വാട്ട് ഷുഡ് ഹി ഡു? First, the auditor should analyze the expenditure incurred on PP, whether they are revenue or capital in nature. First, as an auditor, I have to see whether if a company, if an entity has incurred some expenditure in relation to PP. The auditor has to analyze whether it is revenue in nature or capital in nature. We know revenue nature ആണ് അത് എങ്ങോട്ടേക്ക് പോവാ? P&L അക്കൗണ്ട് ഡെബിറ്റ് ആവും അല്ലെ? ക്യാപിറ്റൽ നേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് അത് കാണിക്കണം. ശരിയല്ലടാ? ഓക്കെ അല്ലടാ? യെസ്. So first thing what you have to do is you have to analyze whether such expenditure is what? Revenue or capital in nature. First thing. Okay. Then here it's given recognition criteria for PP. We all know all these things, right? Yes. What is PP? See, a cost of an item of PP should be recognized as an asset only if it is probable that future economic benefits associated with the item. സോ നമ്മളൊരു ഐറ്റം എപ്പോഴാണ് PPE ആയിട്ട് കൺസിഡർ ചെയ്യുക? അതിൽ നിന്ന് നമുക്ക് കറണ്ട് മാത്രമല്ല ഫ്യൂച്ചറിൽ നമുക്ക് എന്തുണ്ടാവും? അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഒരു ഉദാഹരണം പറയും, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഐപാഡ്, ഞാൻ ഈ ഐപാഡ് വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്, ഇതൊരു ഇൻവെന്ററി ആണോ ഇതൊരു PPE ആണോ? സർ ഇത് ഇൻവെന്ററി അല്ല സർ, കാരണം ഇൻവെന്ററി ആണെങ്കിൽ ഇറ്റ് ഇസ് മെന്റ് ഫോർ സെയിൽ എന്നാണ് അല്ലെ? പിന്നെ ആ വർഷം മാത്രം അതിന്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിന്റെ ബെനിഫിറ്റ് ഈ ഐപാഡിന്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷം കിട്ടും, അടുത്ത വർഷം കിട്ടും, അതിന്റെ അപ്പുറത്തെ വർഷം കിട്ടും അല്ലെ? ദാറ്റ്സ് എ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലെ? യെസ്. സെക്കൻഡ്, ദ കോസ്റ്റ് ഓഫ് ഐറ്റം ക്യാൻ ബി മെഷർഡ് റിലയബിളി. സോ ഈ രണ്ട് ക്രൈറ്റീരിയാസ് കംപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ് രണ്ട് ക്രൈറ്റീരിയാസ്? ഒരു പെർട്ടിക്കുലർ ഐറ്റമിനെ PPE ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? അതിന് നമുക്ക് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. രണ്ടാമത്തെ ഐറ്റം എന്തായിരുന്നു? അതിന്റെ കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോടാ? Fine ആണോടാ? യെസ്. See, it's very simple. Don't pressurize yourself like how am I going to remember all these points? Oh my god, ഇത് കുറേ ഉണ്ടല്ലോ ഈശ്വരാ. No need to think about all these kind of things right now. Right now, just listen to what I am saying and see whether you are able to understand. That's it. Okay? Yes. So, അത് രണ്ടും ഓക്കെ ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു PPയുടെ കോസ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒരു PP ഒരു പ്രോപ്പർട്ടി പ്ലാന്റ്സ് ആൻഡ് എക്വിപ്മെന്റ്സ്, അതിന്റെ കോസ്റ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? ഫസ്റ്റ് വൺ, പർച്ചേസ് പ്രൈസ്. സെക്കൻഡ് വൺ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ്. ഇഫ് ദർ ഇസ് എനി നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് നമ്മുടെ കോസ്റ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഐറ്റം വാങ്ങുമ്പോൾ GST അടിച്ചു, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ GST അടിച്ചു, അതെനിക്ക് റീഫണ്ടബിൾ ആണെങ്കിൽ എനിക്ക് അത് കോസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? യെസ്. സോ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് റിബേറ്റ്സ്, എനി കോസ്റ്റ് directly attributable to bringing the asset to the location. Say for example, I purchased a plant and machinery. ആ plant and machinery വാങ്ങിയ സ്ഥലത്ത് നിന്ന് എൻ്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരണ്ടേ? ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, കാരേജ് ഇൻവേർഡ് കോസ്റ്റ്, ഓക്കെ, അതെനിക്ക് എന്ത് ചെയ്യാം? അതെനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. എനി കോസ്റ്റ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ ബ്രിങ്ങിങ് ദ അസറ്റ് ടു ദ ലൊക്കേഷൻ. ഓക്കെ ആണോടാ? യെസ്. പിന്നെ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് ഡിസ്മാന്റ്ലിംഗ്, റിമൂവിങ് ദ ഐറ്റം, റീസ്റ്റോറിംഗ് ദ സൈറ്റ്, all these can be considered to be decommissioning. എന്താണ് decommissioning, restoration and similar liabilities? All these can be capitalized. Sir, എന്താ സർ മനസ്സിലായില്ല സർ? See, we brought the plant and machinery. Now we need to dismantle them, remove certain things. We have to restore it. Say for example, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ സ്ഥാപനത്തിൽ ഓൾറെഡി ഒരു പ്ലാൻ ആൻഡ് മെഷീനറി ഉണ്ട്. ഇപ്പൊ അതിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരെണ്ണം കൊണ്ടുവരണം. സോ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. കൊണ്ടുവന്നിട്ട് ഈ പഴയത് ഡിസ്മാൻഡിൽ ചെയ്യണം, റിമൂവ് ദം. ദെൻ കൊണ്ടുവന്ന ആ പ്രോഡക്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യണം, then പഴയത് റിമൂവ് ചെയ്യണം, പുതിയത് റീസ്റ്റോർ ചെയ്യണം. all these expenses can be capitalized. Okay. പിന്നെ expense which are expenses, examples of directly attributable cost of employee benefits. Say for example, നിങ്ങൾ ഒരു സെൽഫ് കൺസ്ട്രക്ടിങ് അസറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, യു ആർ സെൽഫ് കൺസ്ട്രക്ടിങ് അസറ്റ് ആണെന്ന് വിചാരിക്കുക.
സെൽഫ് കൺസ്ട്രക്ടിങ് അസറ്റ്. സി നമുക്ക് ഒന്നെങ്കിൽ അസറ്റ് അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ സെൽഫ് കൺസ്ട്രക്ടിങ് അസറ്റ് ആണെങ്കിൽ നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ, ഈ ഒരു പെർട്ടിക്കുലർ അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്തിയാൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ഇനീഷ്യൽ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, അസംബ്ലി കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ്. സി നമ്മൾ ആ പ്ലാന്റ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി ഇത് പ്രോപ്പർലി വർക്ക് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ടെസ്റ്റ് ചെയ്ത് നോക്കണം സർ. അപ്പോൾ അതിന്റെ ടെസ്റ്റിംഗ് കോസ്റ്റ്, ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി capitalized. Professional fees etc. can be capitalized. Okay, now എന്താണ് ഇവിടെ പറഞ്ഞത്, എന്തൊക്കെ ഐറ്റംസ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ലാത്തത്? കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് എ ന്യൂ ഫെസിലിറ്റി ഓർ ബിസിനസ്, ഇനോഗ്രേഷൻ കോസ്റ്റ്. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ബിസിനസിന്റെ ഇനോഗ്രേഷൻ കോസ്റ്റ്, ക്യാൻ ഐ ക്യാപിറ്റലൈസ്? നോ. പിന്നെന്താണ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രൊമോഷണൽ കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്. സോ ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകണം, ഒരു പുതിയ പ്ലാൻ മെഷറി, അപ്പോൾ അതിന്റെ പ്രൊമോഷൻ ചെയ്തു, അതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തു, ക്യാൻ ഐ ക്യാപിറ്റലൈസ് ഇറ്റ്? നോ. കോസ്റ്റ് ഓഫ് കണ്ടക്ടിങ് ദ ബിസിനസ് ഇൻ ന്യൂ ലൊക്കേഷൻ, എന്താണ് സ്റ്റാഫ് ട്രെയിനിങ്. ഞാൻ ഈ പ്ലാൻ മെഷറി എങ്ങനെ ഉപയോഗിക്കണം എൻ്റെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തു, ആ ട്രെയിനിങ് എക്സ്പെൻസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർ ഹെഡ് കോസ്റ്റ്, എക്സാമ്പിൾ റെന്റിന്റെ എക്സ്പെൻസ്, അതൊക്കെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ഇത് വെച്ചിട്ടുള്ള ബിൽഡിങ്ങിന്റെ റെന്റിന്റെ ഒരു പോർഷൻ ഇതിന് ക്യാപിറ്റലൈസ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ബിൽഡിങ്ങിന്റെ റെന്റ് 10,000 രൂപ, അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിന്റെ ഒരു 1/3 പോർഷൻ ഈ പ്ലാന്റ് മെഷീനിൽ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ റെന്റിന്റെ 1/3 നമുക്ക് ഇതിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? നോ, ബ്ലണ്ടർ അല്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദ എക്സ്പെൻസ് ഹാസ് ടു ബി അനലൈസ് ആൻഡ് പ്രോപ്പർലി ക്ലാസിഫൈഡ്. ഓക്കെ, സോ നൗ ദ റിയൽ ഗെയിം സ്റ്റാർട്സ്. ഹൗ ആർ യു ഗോയിങ് ടു what are the audit procedures in relation to PPE? PPE ഒരു ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ്. സോ നമുക്കറിയാം എന്തൊക്കെയാണ് അസർഷൻസ് വരുന്നത്, എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, മെഷർമെന്റ്സ്, ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ. സോ ഫസ്റ്റ് ഐറ്റം വി ആർ ഗോയിങ് ടു ലേൺ ഇസ് എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു PPE, അങ്ങനെ ഒരു ഫിക്സഡ് അസറ്റ് അവിടെ ഉണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സർ ഫിസിക്കലി വെരിഫൈ ചെയ്യണം. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിസിക്കൽ വെരിഫിക്കേഷൻ? സർ മാനേജ്മെന്റ് സർ ഫ്രം ദ ഡേറ്റ് യു ഹാവ് ടീച്ചേഴ്സ് കാരോ, വി നോ ദിസ് അല്ലെ. കാരോ പഠിപ്പിച്ച ദിവസം മുതൽ ഞാനിത് പറയുന്നുണ്ട്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ശരിയാണ്, യെസ്. സോ റിവ്യൂ ദ എൻറ്റിറ്റീസ് പ്ലാൻ ഫോർ പെർഫോമിംഗ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് PPE. So the entity has to physically verify the PPE. So what should I do? I have to review the plan of the entity, how they are going to verify this PPE, whether the verification is performed by the own staff or third party, whether the verification shall be done on an annual basis or once in 2 years. Like what is the എത്ര ഒരു വർഷത്തിൽ ഒരു തവണയാണോ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത്, 2 വർഷത്തിൽ ഒരു തവണയാണോ, 3 വർഷത്തിൽ ഒരു തവണയാണോ, ഡെയിലി ബേസിസിലാണോ? ഡിപ്പെൻസ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഫിക്സഡ് അസറ്റ്സിന്റെ ഈ PPയുടെ ഫിസിക്കൽ വെരിഫിക്കേഷന്റെ പീരിയോഡിസിറ്റി എങ്ങനെയാണ് ഞാൻ നോക്കണം. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞുള്ളൂ? ഫസ്റ്റ് പോയിന്റ് ആകെ ഇത്രേ പറഞ്ഞുള്ളൂ. ആസ് എൻ ഓഡിറ്റർ we know management is responsible for the physical verification of fixed asset PP. Okay, so as an auditor I have to review the plan. Okay, then I have to know whether it has been verified by the own staff or by the third party. Okay, then whether the verification is done on an annual basis, once in 2 years or 3 years, etc. That's it. Okay, then second point, evidence of appropriate supervision of those performing physical verification of PP should be examined. Evidence of appropriate supervision. See, management will ask its employees to physically verify, but it should be supervised by the top management. So evidence of the appropriate supervision of those who are actually performing the physical verification. Say for example, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എൻ്റെ PPE വെരിഫൈ ചെയ്യാൻ ഞാൻ എംപ്ലോയീസിന് നിർദ്ദേശം കൊടുത്തു, പക്ഷെ അവർ ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? അത് സൂപ്പർവൈസ് ചെയ്യണം. അങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യണം? ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, തേർഡ് വൺ, ഒബ്റ്റെയിൻ ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഈ ഫിസിക്കലി വെരിഫൈ ചെയ്ത് നമുക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ, അവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, നോട്ട് ചെയ്ത് വെക്കുക അല്ലേ. സോ ഇതും backed by their working sheets from the entity and perform the following procedure. So once the physical verification is done, we will get the physical verification report. അല്ലെ, ഈ physical verification report നമ്മൾ എന്താ ചെയ്യുന്നത്? Assess all the items of PPE are properly tagged and carrying identification marks, numbers and physical verification work papers to capture the asset identification number for all the assets physically verified. എന്താ പറഞ്ഞത് അവിടെ? നമുക്കറിയാം കമ്പനിയിൽ ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും. ഡോണ്ട് തിങ്ക് അബൌട്ട് എ നോർമൽ കമ്പനീസ്, തിങ്ക് അബൌട്ട് മാനുഫാക്ചറിങ് കമ്പനി. അവിടെ ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും, PPEs ഉണ്ടാവും. സോ ഈ PPEസിനൊക്കെ പ്രോപ്പർലി ടാഗ് ചെയ്യണം. സർ എന്താ സർ ടാഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് എണ്ണിയ ഫിക്സഡ് അസറ്റിനെ വീണ്ടും എണ്ണാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വൺസ് വി കൗണ്ടഡ് എ പെർട്ടിക്കുലർ അസറ്റ്, സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റ് ചെയ്യണം, ഒരു CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒരുപാട് ബെഞ്ചസ് ഉണ്ടാവും അല്ലേ. സോ ഞാൻ കൗണ്ട് ചെയ്ത ബെഞ്ചിനെ വീണ്ടും കൗണ്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്ക് എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊക്കെ ടാഗ് ചെയ്യും. ഒക്കെ ടാക്സ് അമർത്തും. ടാക്സ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ 120 ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ച് നമ്പർ 1, bench number 2, bench number 3. So we will tag them. Okay, so as an auditor I have to see whether PPEs are properly tagged
വെദർ ഇറ്റ് ക്യാരി സം ഐഡന്റിഫിക്കേഷൻ മാർക്ക്. നമ്മളത് എണ്ണിയതിന് വീണ്ടും എണ്ണുന്നില്ല. സംടൈംസ് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ യൂസിങ് ദിസ് ബാർകോഡ്. സോ ബാർകോഡ് ഉള്ളത് കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണിയതിന് വീണ്ടും എണ്ണത്തില്ല. കാരണം ബാർകോഡ് വെച്ചിട്ടാണ്. അപ്പോൾ സെയിം ബാർകോഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? യെസ്. പിന്നെ നമ്മൾ പറഞ്ഞത് റിക്കൺസിലേഷൻ ഓഫ് ഐറ്റംസ് ഓഫ് PPE ആസ് ഫിസിക്കലി വെരിഫൈഡ് വിത്ത് ദ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ. സി ഫിസിക്കലി വെരിഫൈ ചെയ്തപ്പോൾ കിട്ടിയ കൗണ്ടും ബുക്സിനകത്ത് കാണിച്ചിട്ടുള്ള കൗണ്ടും രജിസ്റ്ററിനകത്തുള്ള കൗണ്ടും ഫിസിക്കലി വെരിഫൈ ചെയ്ത കൗണ്ടും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. ഇഫ് ദാറ്റ് ഇസ് എനി ഡിഫറൻസ് ഒബ്റ്റെയിൻ ദ റീകൺസിലേഷൻ. Obtain the reconciliation. Specifically verify if the PPE additions up to the date of physical verification have been updated. നമ്മൾ എന്നാണോ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ അഡീഷൻസ് എന്തെങ്കിലും ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി നമ്മുടെ റെക്കോർഡിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒന്നുകൂടി പറയാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ 31 മാർച്ചിനാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത്. PPEയുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് 31 മാർച്ചാണ്. അപ്പോൾ 31 മാർച്ച് വരെയുള്ള എല്ലാ PPEസും 31 മാർച്ച് വരെ എന്തെങ്കിലും PPEs എക്സ്ട്രാ അഡീഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിക്കണം. ഓക്കെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫിസിക്കലി വെരിഫൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു ഫിക്സഡ് അസറ്റ് കിട്ടും, പക്ഷേ എൻ്റെ രജിസ്റ്ററിനകത്ത് അത് ഉണ്ടാവില്ല, കാരണം അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ. സോ ആസ് ഓൺ ഓഡിറ്റർ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ഫിക്സഡ് അസറ്റ്സ് till the date of physical verification is properly updated in the register. Verify the discrepancies noted and ensure and see how such discrepancies are dealt in the books of account. ഞാൻ ഫിസിക്കലി വെരിഫൈ ചെയ്തപ്പോൾ എനിക്ക് അവിടെ കാര്യമായ ഡിഫറൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ എനിക്ക് ഒരുപാട് ബെഞ്ചുകൾ കിട്ടി. അപ്പോൾ എൻ്റെ രജിസ്റ്റർ പ്രകാരം അവിടെ ഒരു 2000 ബെഞ്ചസുകൾ ഉണ്ടാവണം. അവിടെ ഫിസിക്കലി വെരിഫൈ ചെയ്തപ്പോൾ എനിക്ക് അവിടെ ആകെ 1900 ബെഞ്ചസ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു 100 ബെഞ്ച് കാണുന്നില്ല. സോ ഈ ഡിസ്ക്രിപ്പൻസി എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ ഡീൽ ചെയ്തിട്ടുള്ളത്? ഇനിയിപ്പോൾ അവിടെ ഒരു അസറ്റ് കിട്ടിയത് വർക്കിംഗ് കണ്ടീഷൻ അല്ല, ഫുള്ളി തകർന്നു പോയൊരു ബെഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഫുള്ളി ഒരു യൂസബിൾ കണ്ടീഷൻ അല്ല, ആ ഫിക്സഡ് അസറ്റ് തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ അത് പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. നോക്കട്ടെ. ഫോർ എക്സാമ്പിൾ എനി ഐഡന്റിഫൈഡ് ഷോർട്ടേജ് ഓർ അസറ്റ്സ് നോട്ട് ഇൻ വർക്കിംഗ് കണ്ടീഷൻ ഓർ ഇൻ ആക്റ്റീവ് യൂസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ഡിലീഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ഡിലീഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ അതൊക്കെ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇതാണ് എക്സിസ്റ്റൻസിൽ നമ്മൾ ചെയ്തത്. എക്സിസ്റ്റൻസ് നമ്മൾ കാര്യമായിട്ട് എന്താ ചെയ്തത്? ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് മാനേജ്മെന്റിന്റെ പ്ലാൻ ഒന്ന് റിവ്യൂ ചെയ്യുക, മാനേജ്മെന്റ് പ്രോപ്പർലി സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർലി ഫിക്സഡ് അസറ്റ്സ് ടാഗ്ഡ് ആണോ ചെക്ക് ചെയ്യുക. ഫിസിക്കലി വെരിഫൈ ചെയ്ത റിപ്പോർട്ടും രജിസ്റ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ PPE ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡീൽ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യേണ്ടത്? കാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. നെക്സ്റ്റ് വൺ എന്താ അവിടെ പറഞ്ഞത്? കംപ്ലീറ്റ്നെസ് പറഞ്ഞതാണ്. എല്ലാ ഫിക്സഡ് അസറ്റ്സും നമ്മൾ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? കമ്പനിയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഫിക്സഡ് ഫിക്സഡ് അസറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ എന്താ പറഞ്ഞത്? ആസ് എൻ ഓഡിറ്റർ ഞാൻ നോക്കണം ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, ഈ വർഷം എന്തൊക്കെ പുതിയ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഫിക്സഡ് നമ്മൾ ഇത്തവണ ഡിസ്കാർഡ് ചെയ്തിട്ടുള്ളത്, ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് കിട്ടും. സോ ഈ അഡീഷൻസും ഡിലീഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? മൂവ്മെന്റ്സ് ഇൻ ദ PPE എന്ന് വിളിക്കുന്നത്. ഈ അഡീഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സും ഡിലീഷൻ റിമൂവൽ ഓഫ് ഫിക്സഡ് അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂവ്മെന്റ് ഓഫ് PPE. അപ്പോൾ ഈ മൂവ്മെന്റ് ഓഫ് PPEയുടെ ഷെഡ്യൂൾ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. പിന്നെ ഇതിനകത്ത് അഡീഷൻ ചെയ്തൊരു ഡിലീഷൻ ഇതിനൊക്കെ ഫിഗേഴ്സ് കൗണ്ട് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെക്ക് ദ അരിത്മെറ്റിക്കൽ അക്യൂറസി ഓഫ് ദ മൂവ്മെന്റ്സ് ഇൻ ദ PPE. സേ ഫോർ എക്സാമ്പിൾ 10 പുതിയ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഷെഡ്യൂളിനകത്ത് ആകെ 5 എണ്ണം കാണിച്ചിട്ടുള്ളൂ, 5 എണ്ണം കാണിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ അരിത്മെറ്റിക്കൽ അക്യൂറസി തെറ്റിയിട്ടുണ്ട്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ അതിന്റെ അരിത്മെറ്റിക്കൽ ആക്യൂറസി ചെക്ക് ചെയ്യണം. മൂവ്മെന്റ്സ് ഇൻ ദ PPE കറക്റ്റ് ആയിട്ട് വാങ്ങിയതൊക്കെ കൃത്യമായിട്ട് അഡീഷൻ ചെയ്തിട്ടുണ്ടോ, ഡിസ്കാർഡ് ചെയ്തത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തൊക്കെ കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. വെരി സിമ്പിൾ ടോപ്പിക് അല്ലെ? For all the additions during the year, obtain listing of all the additions from the management. So I have to straight away go to the management and I have to ask them to give me a list of all the PPE that they have purchased during the year. ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു അസറ്റ് നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ അസറ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഐ ഹാവ് ടു ഒബ്റ്റെയിൻ ദ ലിസ്റ്റ്. ഈ ലിസ്റ്റ് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഫോർ ഓൾ ദ മെറ്റീരിയൽ എഡിഷൻ വെരിഫൈ സച്ച് എക്സ്പെൻഡിച്ചർ. ആ വാങ്ങിയ ഐറ്റംസ് ഒക്കെ PPEയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണോ? അത് സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് മാനേജ്മെന്റ് ഇത് PPE ആണോ ഇൻവെന്ററി ആണോ അറിയില്ല. ചില സമയത്ത് അവർ ഇൻവെന്ററി വാങ്ങിയിട്ട് PPE കാണിക്കും. സോ PPE ആയിട്ട് കാണിച്ചിട്ടുള്ള എല്ലാ അസറ്റും അതൊക്കെ PPEയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കണം. നമ്മൾ ഓൾറെഡി 2 ക്രൈറ്റീരിയാസ് പഠിച്ചു അല്ലെ? എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? ഒന്ന് ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്ഫ്ലോ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. 2 അതിന്റെ കോസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഈ 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടുള്ള അസറ്റ് തന്നെയാണ് ഈ വർഷം ആഡ് ഓൺ ചെയ്തിട്ടുള്ളതെന്ന് ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. പിന്നെന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? സി
These costs includes costs incurred initially to acquire, construct of an item of property PP and cost incurred subsequently to add or replace. See, നമുക്കറിയാം ഒരു PPയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പർച്ചേസ് പ്രൈസ് മാത്രമല്ല, പിന്നെ എന്ത് വരും, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് വരും, പിന്നെന്ത് വരും, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, പിന്നെ കുഞ്ഞു കുഞ്ഞു റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വരും. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അതാണ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അല്ലെ. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, പിന്നെ കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, കാരേജ്, ഇൻവേർഡ് കോസ്റ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ എന്താ വരിക, കോസ്റ്റിനകത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചത് എന്തൊക്കെ കോസ്റ്റ് വരും, എന്തൊക്കെ കോസ്റ്റ് വരത്തില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക്. അതായത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു PP സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സോ ആസ് എൻ ഓഡിറ്റർ വെരിഫൈ ദ കോസ്റ്റ് ഓഫ് ഐറ്റംസ് ഓഫ് PPE. ആസ് എൻ ഓഡിറ്റർ ഐ ഹാവ് ടു വെരിഫൈ ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ഓഫ് ദ PPEയുടെ കോസ്റ്റ് കാണിച്ചത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യുക? ഐറ്റംസ് സച്ച് ആസ് സ്പെയർ പാർട്സ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെന്റ്, സർവീസിംഗ് എക്യുപ്മെന്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് PPE ഓൺലി വെൻ ദേ മീറ്റ് ദ ഡെഫിനിഷൻസ് ഓഫ് ദ PPE. നമ്മളിപ്പോൾ ചില സമയത്ത് ചില കമ്പനീസ് സ്പെയർ പാർട്സിന് ഇൻവെന്ററി ആയിട്ട് കാണിക്കും, ചില കമ്പനീസ് സ്പെയർ പാർട്സിന് PPE ഇട്ട് കാണിക്കും. സോ ആസ് എൻ ഓഡിറ്റർ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് PPE ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് PPEയുടെ ഡെഫിനേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. എന്താ PPEയുടെ ഡെഫിനേഷൻ പറയുന്നത്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്, കോസ്റ്റ് ഷുഡ് ബി മെഷർഡ് ലയബിൾ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും കൃത്യമായിട്ടും ഈ രണ്ട് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ട്, ഡെഫിനേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, PPE ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് ഐറ്റംസിനൊക്കെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം? ഇൻവെന്ററി ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. പിന്നെ ടെസ്റ്റ് ദ പർച്ചേസ് ഇൻവോയ്സ്, ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റ്, റിപ്പോർട്ട്. സോ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് ചെക്ക് ചെയ്യാം. പർച്ചേസ് ഇൻവോയ്സിനകത്ത് ഡേറ്റ് ഓഫ് പർച്ചേസ് ഉണ്ടാവും. പർച്ചേസ് ഇൻവോയ്സ് ആരുടെ പേരിലാണ് നമ്മൾ ചെക്ക് ചെയ്യണം? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഉണ്ട് അല്ലേ. സോ ഇത് കമ്പനിയുടെ പേര് തന്നെയാണോ ഉള്ളത്? പിന്നെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ റിപ്പോർട്ട്, ഇതൊക്കെ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെ. വെരിഫൈ വെദർ ദ PPE additions have been approved by the authorized person. കമ്പനി എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, PPE വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. വെരിഫൈ വെദർ ദ പ്രോപ്പർ ഇന്റേണൽ പ്രോസസ് ലൈക്ക് ഇൻവൈറ്റിംഗ് ദ കോമ്പനി. സി ഒരു PPE ചുമ്മാ വാങ്ങാൻ പാടില്ല. നമ്മളൊരു PPE വാങ്ങുന്നതിന് മുന്നേ ആദ്യം ചില സമയത്ത് നമ്മൾ കൊട്ടേഷൻസ് വാങ്ങും, എന്താ പറയുക, കൊട്ടേഷൻസ് വാങ്ങും, ടെൻഡർ വിളിക്കും. സോ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഒരു കമ്പനി PPE വാങ്ങുന്ന മുമ്പുള്ള പ്രൊസീജിയേഴ്സ്, അങ്ങനെ കൊട്ടേഷൻസ് വാങ്ങാറുണ്ടോ, ടെൻഡർ വിളിക്കാറുണ്ടോ, അതിൽ എങ്ങനെയാണ് ടെൻഡർ സെലക്ട് ചെയ്യുന്നത്, ഏത് വെണ്ടറിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഓർഡർ പ്ലേസ് ചെയ്തത്, ഈ ഒരു പ്രൊസീജിയർ മൊത്തം ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ആൻഡ് ഈ പറഞ്ഞ സംഭവത്തിനൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്ന് സാമ്പിളിംഗ് ബേസിസിൽ ഒന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യുക. പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്? ഇൻ റിലേഷൻ ടു ഡിലീഷൻ ഓഫ് PPE, എന്തെങ്കിലും PPE ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് നമ്മൾ അന്വേഷിക്കണം. അതായത് ആ PPE വർക്കിംഗ് കണ്ടീഷനിലല്ല, ആ PPEനെ കൊണ്ട് ഇപ്പോൾ ബെനിഫിറ്റ് ഇല്ല, ആ PPE നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് തരുന്നില്ലെങ്കിൽ, ആ PPE ഇപ്പം ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. സോ എന്താണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഒബ്റ്റെയിൻ ദ മാനേജ്മെന്റ്സ് അപ്രൂവൽ ആൻഡ് ഡിസ്കാർഡ് നോട്ട് ഓതറൈസിംഗ് ദ ഡിസ്പോസൽ. സോ ഒരു അസറ്റ് വാങ്ങാനായാലും ശരി, ഡിസ്പോസ് ചെയ്യാനും ശരി, നമുക്ക് ആരുടെ അപ്രൂവൽ വേണം? മാനേജ്മെന്റ് അപ്രൂവൽ വേണം. പിന്നെ ഡിസ്കാർഡ് ചെയ്യുന്ന പ്രോസസ്സ് അതൊന്ന് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. വെരിഫൈ ദ പ്രോസസ് ഫോളോഡ് ഫോർ ദ സെയിൽ ഓഫ് ഡിസ്കാർഡഡ് PPE. ഈ ഡിസ്കാർഡഡ് PPE എങ്ങനെയാണ് അവർ വിൽക്കുന്നത്? ചില സമയത്ത് ചില കമ്പനീസ് തൂക്കി വിൽക്കും, ചില കമ്പനീസ് ഇപ്പോൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കി വിൽക്കും, ചില കമ്പനീസ് ഇതിനെ എന്താ പറയാ, തൂക്കി വിൽക്കാതെ ഇതിന്റെ ശരിക്കും മൂല്യം അറിയുന്ന ആൾക്കാർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിൽക്കും. സോ വാട്ട് ഇസ് ദ പ്രോസസ് ഇൻ ഫോളോഡ് ബൈ ദ കമ്പനി for the sale of discarded PPE. Verify that the management has accurately recorded the deletions of PPE. ഒരു PPE ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ആൻഡ് ഫൈനലി വാല്യുവേഷൻ, ഇതിന്റെ വാല്യൂ കറക്റ്റ് ആണോ നമുക്ക് നോക്കണം അല്ലെ. യെസ്, ഇറ്റ് ഇസ് കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ വാല്യൂ ഓഫ് ദ ഫിക്സഡ് അസറ്റ് PPE will depreciate. സി PPE ഒരു ഫിക്സഡ് അസറ്റ് ആണ്, അതിന്റെ വാല്യൂ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം എന്ത് ചെയ്യും? കുറയാണോ ചെയ്യും, കൂടുകയാണോ ചെയ്യും? ഒബ്വിയസ്ലി കുറയും അല്ലെ, ഡിപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ. യെസ്, ഡ്യൂ ടു ഒബ്സലിസൻസ്, diminution of the value, etc. Okay, so unless this cost in the form of depreciation is charged to the accounts, P&L would not be correctly ascertained. അപ്പോൾ ഈ PPEയുടെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ ആ കുറയുന്ന വാല്യൂ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡിപ്രീസിയേഷൻ എന്ന് പറയും അല്ലേ. സോ ഈ ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് PPE പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറക്റ്റ് ആയിരിക്കത്തില്ല അല്ലേ. യെസ്, സോ ആദ്യം ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? വെരിഫൈ ദ entity has charged depreciation on all items. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റി എല്ലാ PPEനകത്തും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. സർ ഡിപ്രീസിയേഷൻ എല്ലാ PPEയിലും ചാർജോ? ഇല്ല. ചില അസറ്റ്സ് നോൺ ഡിപ്രീഷിയബിൾ അസറ്റ്, സേ ഫോർ എക്സാമ്പിൾ ലാൻഡ് ഡിപ്രീഷിയേറ്റ് ചെയ്യോ? ഇല്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഡിപ്രീസിയേഷൻ ചാർജ് ഉണ്ട്. മറ്റുള്ള ഡിപ്രീഷിയബിൾ അസറ്റ്സിനൊക്കെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ വെരിഫൈ ചെയ്യുക. ഇനി ഡിപ്രീസിയേഷൻ ഏത് മെത്തേഡിലാണ് കമ്പനി ചാർജ് ചെയ്തിട്ടുള്ളത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണോ, WDV മെത്തേഡ് ആണോ, ഡിമിനിഷൻ വാല്യൂ മെത്തേഡ്, അത് പ്രോഡക്റ്റ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്? നമ്മൾ ഈ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? കംപ്ലയൻസ് ഫ്രെയിംവർക്ക്, ഫെയർ പ്രസന്റേഷൻ ഫ്രെയിംവർക്ക് പഠിപ്പിച്ച സമയത്ത് ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അസറ്റ് വാങ്ങി, ആ അസറ്റ് ലൈഫ് 10 വർഷമാണെങ്കിലും ആ അസറ്റ് ആകെ 1 ലക്ഷം യൂണിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. 1 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അസറ്റ് ലൈഫ് തീരും. ഫസ്റ്റ് ഇയർ തന്നെ 1,30,000 യൂണിറ്റ് ഉണ്ടാക്കി. അപ്പം നമ്മൾ 30% ചാർജ് ചെയ്യേണ്ടത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചത്? യെസ് സർ, ഓർക്കുന്നുണ്ട് സാർ.
പിന്നെ auditor should verify whether the management has done an impairment assessment. What do you mean by impairment assessment? ചില സമയത്ത് നമ്മൾ ബുക്സിൽ കാണിച്ചുള്ള ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ആയിരിക്കില്ല മാർക്കറ്റ് വാല്യൂ, ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇമ്പയർമെന്റ് ചെയ്യണം. സോ ഇമ്പയർമെന്റ് അസസ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇനി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ലാസ്റ്റ് ടോപ്പിക് അല്ലേ. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഡിസ്ക്ലോഷർ അക്കൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്. സോ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഫിക്സഡ് അസറ്റ്, അത് നമ്മുടെ കമ്പനിയുടെ തന്നെയാണ് എന്നെങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ചിലപ്പോൾ ഇൻവോയ്സ് വെക്കാം. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഡീഡ്സ് വെക്കാം അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല അല്ലേ. In addition to the procedures undertaken for the verifying the completeness of additions to PPE, the auditor, while performing testing of addition, should also verify that PPE's purchase invoice are in the name of entity. അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ അതിന് ഇൻവോയ്സ് ഇടും. സേ ഫോർ എക്സാമ്പിൾ ഞാൻ എയർ കണ്ടീഷൻ വാങ്ങി, ഞാനൊരു ബെഡ് വാങ്ങി, ബെഡല്ല ഒരു ചെയർ വാങ്ങി, ബെഞ്ച് വാങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻവോയ്സ് ഉണ്ടാവും. ആ ഇൻവോയ്സ് നമ്മുടെ കമ്പനിയുടെ പേരിൽ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. നമ്മൾ ഏത് എൻറ്റിറ്റിയാണ് ഓഡിറ്റ് ചെയ്യുന്നത് ആ എൻറ്റിറ്റിയുടെ പേരിൽ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫോർ ദ all additions of land and building, sale deed, conveyance deed ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിയുടെ പുതിയ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിന്റെ എന്ത് ചെയ്യണം, ആധാരം എടുത്ത് നോക്കുക, അത് കമ്പനിയുടെ പേര് തന്നെയാണോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓഡിറ്റർ ഷുഡ് ഇൻസിസ്റ്റ് ആൻഡ് വെരിഫൈ ദ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ഓൾ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എനിക്ക് ഫോട്ടോ കോപ്പീസ് ഇഷ്ടമല്ല, എനിക്ക് എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ കമ്പനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ ഡീഡ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഫോട്ടോ കോപ്പീസ് കൊണ്ടുതന്നാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല, മാക്സിമം ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഐ ഹാവ് ടു റിക്വസ്റ്റ് ദ മാനേജ്മെന്റ് ടു പ്രൊവൈഡ് ദ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്സ്. ഓക്കെ ആണോ? In case the entity has given, in case the entity has given such immovable property such as security. Say for example, sometimes what happens is company അവരുടെ കയ്യിലുള്ള അസറ്റ് അതിന് അഗെയിൻസ്റ്റ് ലോൺ എടുക്കും, മോർഗേജ്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം എനിക്ക് എന്ത് ചെയ്യും, സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുക്കും. നമ്മൾ ബാങ്കിങ് അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട് എന്നല്ലേ, ബാങ്ക് ഓഡിറ്റർ മോർഗേജ് എന്നുള്ള ടോപ്പിക് പഠിച്ചു കൊടുക്കുന്നുണ്ടോ? യെസ് സർ. സോ ഇൻ കേസ് ദ entity has given such immovable property such as security for any borrowings, original title deeds are not available, and original title deeds available അല്ലെങ്കിൽ the auditor should request the entity for obtain the confirmation from the respective lender. Say for example, കമ്പനിയുടെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് അതിന്റെ ടൈറ്റിൽ ഡീഡ്സ് വേണം. അപ്പോൾ കമ്പനി പറഞ്ഞു, സർ നമ്മൾ ആ ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്സ് ലെൻഡറുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലെൻഡറുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, വെരിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആ കേസ് ഞാൻ എന്ത് ചെയ്യണം, ഐ ഹാവ് ടു ആസ്ക് ദ മാനേജ്മെന്റ് ടു ഒബ്ടെയിൻ എ കൺഫർമേഷൻ ഫ്രം ദ റെസ്പെക്റ്റീവ് ലെൻഡർ ദാറ്റ് ഹി ഈസ് ഹോൾഡിംഗ് ദ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയുടെ കൈവശമുള്ള ലാൻഡിന്റെ ടൈറ്റിൽ ഡീഡ്സ് എൻറ്റിറ്റിയുടെ കയ്യിലില്ല, പക്ഷേ ലെൻഡറുടെ കയ്യിലാണെങ്കിൽ എനിക്ക് ലെൻഡറുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടണം, എക്സ്റ്റേണൽ കൺഫർമേഷൻ കിട്ടണം. എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് SA 505. ഓക്കെ ആണോടാ? യെസ്, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് 505, 580 എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഫിക്സ് ആവും. ഓക്കെ, സോ നിങ്ങളും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത്, in addition the auditor should also verify the register of charges available with the entity to assess that any charge has been created against the PP. ഈ ഫിക്സഡ് അസറ്റിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ചാർജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെ കേസ് ലോൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ആ രജിസ്റ്റർ കൂടി ഓഡിറ്റ് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. രജിസ്റ്റർ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഏതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ് ഇവർ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളത്, ആ ഫിക്സഡ് അസറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ഓഡിറ്റ് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ആൻഡ് ഫൈനലി കംസ് ഡിസ്ക്ലോഷർ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട്സിനകത്ത് പഠിക്കുന്നുണ്ട് PPയുടെ ക്ലാസിഫിക്കേഷൻ, ലാൻഡ്, ബിൽഡിംഗ്, PP, ഫർണിച്ചർ, വെഹിക്കിൾസ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അസറ്റ്സ് ആൻഡ് ലീസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി സ്പെസിഫൈഡ് ആണ് ഈച്ച് ക്ലാസ് ഓഫ് അസറ്റ്. ലീസസിനകത്ത് നിങ്ങൾ എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ സേ ഫോർ ഫിനാൻസ് ലീസ് വെച്ചിട്ട് നിങ്ങൾ അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളാണല്ലോ ലെസ്സി, അപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ വരും അല്ലേ. സോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഐ തിങ്ക് യു ആർ ഓൾറെഡി ലേണിംഗ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ. പിന്നെ റീവാലുവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ചസ് 10% ഓർ മോർ, അത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കാരോനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? യെസ്. സോ അത് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ ഇത് കാരോനകത്ത് പഠിച്ചിട്ടുള്ള സെയിം സാധനമാണ്. എന്താണ്, നമ്മൾ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിച്ച് ആർ നോട്ട് ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. ഓർക്കുന്നുണ്ടോ? ഈ ഒരു ചാർട്ട്, ഈ ഒരു ടേബിൾ നമ്മൾ കാരോനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാരോനകത്ത് പഠിക്കുന്നുണ്ട് ഇത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, കാരോനകത്ത് നമ്മൾ ഇതേ സാധനം ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു സംഭവം കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ കാരോ ക്ലാസ് നമ്പർ 1 അല്ലേ. യെസ്, സോ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിച്ച് ആർ നോട്ട് ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. സോ ദിസ് ഇസ് എ ഹോംവർക്ക് ടോപ്പിക്, വായിച്ചു നോക്കുക. ഓക്കെ ആണോ? യെസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് PP. എടാ, അടുത്തത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പക്ഷേ ആ ഇൻടാഞ്ചിബിൾ അസറ്റ് ഞാൻ എടുക്കില്ല, അതൊരു ഹോംവർക്ക് ടോപ്പിക് ആണ്. റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എന്താണോ PPക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉള്ളത്. ഒരു വ്യത്യാസമില്ല. സാർ വ്യത്യാസമുണ്ട് സാർ. എന്താണ്, അവിടെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇവിടെ അമോർട്ടൈസേഷൻ ആയിരിക്കും.
സോ ചെറിയ വ്യത്യാസമുള്ളൂ. സോ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് അറിയാം, ഗുഡ് വില്ല്, പേറ്റന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, യു വിൽ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സെയിം തിങ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ PPയിൽ പഠിച്ചത് അത് തന്നെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിലുള്ളത്. ഓക്കെ, സോ കൃത്യമായി ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പർ അമോർട്ടൈസേഷൻ ഉണ്ടോ, പിന്നെ അരിത്മെറ്റിക്കൽ അക്യൂറസി, ഇതൊക്കെ നമ്മൾ അവിടെ കാണുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ്, അഡീഷൻസ് അല്ലേ, അവിടെ കാണുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷൻ, ഡിലീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അരിത്മെറ്റിക്കൽ അക്യൂറസി ചെക്ക് ചെയ്യണം. സോ പിന്നെ നിങ്ങൾ അഡീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ AS26 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചത് സെയിം ഡിറ്റോ ആണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഈസ് എ ഹോംവർക്ക് ടോപ്പിക് ഫോർ യു, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇഫ് യു ആർ വൈൽ യു ആർ റീഡിംഗ്, ഇഫ് യു ആർ ഫേസിംഗ് എനി ഡിഫിക്കൽട്ടി, ജസ്റ്റ് വാട്സ്ആപ്പ് മീ. ഓക്കെ ആണോടാ, ഫൈൻ ആണോ? യെസ് സർ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് അവർ items of FS as well as next item, അതായത് PPE. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, CS Sanjay. താങ്ക് യു.